മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ തിരിച്ച് ഡ്രസ്സെല്ലാം എടുത്ത് ഉണ്ണിയുടെ അരികിലേക്ക് പോവാനായിട്ട് റെഡിയായി താഴേക്ക് വരുന്നുണ്ട്. ഈ സമയം ദുർഗയാവട്ടെ കുഞ്ഞിനെ കളിപ്പിച്ചും കുഞ്ചിച്ചൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ മഹിയും കണ്ണനും അങ്ങോട്ട് എത്തുന്നുണ്ട്. എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയുകയാണ് അവളുടെ ഭർത്താവിന്റെ അടുത്തേക്ക്. ഇന്നലെ വന്ന് തന്നെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവൾ ഇത്ര നേരമായിട്ടും പോയിട്ടില്ല. പോട്ടേടാ, കാരണം കുഞ്ഞിവിടെ ഉള്ളപ്പോ ഇവളിവിടെ ഇല്ലാത്തത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ ദുർഗയാണെങ്കിൽ കരുണയെ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഈ സമയം കരുണയ്ക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല. അവളാണെങ്കിൽ ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങി പോകുന്നു. വീണ്ടും കണ്ണൻ ദുർഗനോട് പറയുന്നുണ്ട് വെറുതെ അവളെ ഇങ്ങനെ വിഷമിപ്പിക്കണ്ട എന്നൊക്കെ. വൈറ്റൊരു കുഞ്ഞിനായിട്ട് നടക്കല്ലേ, ആ ഒരു പരിഗണന എപ്പോഴും കൊടുക്കണം എന്നൊക്കെ പറയുന്നു. ശേഷം അഗസ്ത്യ മന്ദിരത്തിൽ വാമദേവൻ മേഘനാഥനെയും താങ്ങി പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവൻ 90% റിക്കവർ ആയിട്ട് വന്നിട്ടുണ്ട്. സംസാരിക്കാൻ മാത്രം പറ്റുന്നില്ല. അവിടേക്ക് തോമസ് വൈദ്യൻ വരുന്നുണ്ട്. എന്നിട്ട് പറയണം, ദേ നോക്ക്, നടക്കാൻ ഇനി നിനക്ക് 2-3 ദിവസത്തിനുള്ളിൽ പറ്റും. ഇനി ആരുടെയും സഹായം വേണ്ട. അധികം വൈകാതെ തന്നെ നിന്റെ സംസാര ശേഷിയും തിരിച്ചു കിട്ടും. അങ്ങനെയുള്ളപ്പോൾ നീ നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നല്ലത് ചെയ്യില്ല എന്ന് നന്നായിട്ട് അറിയാം. എങ്കിൽ കൂടി ആ കണ്ണനെയും മഹാലക്ഷ്മിയെയും അവരുടെ കുടുംബത്തെയും വെറുതെ വിടുന്നതായിരിക്കും നിനക്ക് നല്ലത്. അവരൊക്കെ ഒതുങ്ങി ജീവിച്ചോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് മേഘനാഥനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തോമസ് വൈദ്യം പോവുകയാണ്. ഈ സമയം വാമദേവൻ പറയുന്നുണ്ട് അയാളുടെ ഒടുക്കത്തെ ഒരു ഉപദേശം ഓ വലിയ കാര്യമായി പോയി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മേഘനാഥനെ കുനിഷ്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മേഘനാഥൻ റിക്കവർ ആയിട്ടുള്ള വിവരം തോമസ് സാർ ആണെങ്കിൽ എല്ലാവരെയും വിളിച്ച് അറിയിക്കുന്നുണ്ട്. കൂട്ടത്തിൽ സാഗറും അറിയുകയാണ്. ശേഷം സാഗർ ആണെങ്കിൽ മഞ്ജുവിനോട് പറയുന്നുണ്ട് അവൻ ഏകദേശം റിക്കവർ ആയിട്ടുണ്ട്. ഇനി സംസാരശേഷിയും കൂടി തിരിച്ചു കിട്ടണ്ടുള്ളൂ. അവൻ തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആപത്താണ്. ഇപ്പൊ ജനിച്ചിരിക്കുന്ന കുഞ്ഞിനടക്കം. സത്യത്തിൽ അവനൊരു കരിമൂർക്കൻ എന്ന് വേണമെങ്കിൽ പറയാമെന്നൊക്കെ മഞ്ജുവിനോട് പറയുമ്പോൾ മഞ്ജുവിനും ചെറിയൊരു പേടിയൊക്കെ തോന്നുകയാണ്. എന്തായാലും മാർക്കോ ഉള്ളത് കൊണ്ട് തന്നെ അധികമൊന്നും വെളിച്ചെടുക്കാൻ ഈ മേഘനാഥന് കഴിയില്ല. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.